തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ലേബർ റൂമിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. കുഞ്ഞിന്റെ മരണത്തിന് കാരണം ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്ന് അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഡോക്ടർ അപമര്യാദയായി പെരുമാറിയെന്നും ലേബർ റൂമിൽ ന്യൂ ഇയർ ആഘോഷം നടന്നുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. എന്നാൽ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 26-ന് SAT ആശുപത്രിയിൽ അഡ്മിറ്റായ പോത്തൻകോട് സ്വദേശിയായ യുവതിയെ 30-ന് വൈകുന്നേരം 3 മണിക്കാണ് ലേബർ റൂമിൽ കയറ്റിയത്. പിന്നീട് സംഭവിച്ചത് ഇങ്ങനെ. ഈ ട്രിപ്പെല്ലാം വലിച്ചേർന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ മൈൻഡ് ചെയ്തില്ല. ഇതെല്ലാം കണ്ട് 12 മണിയായപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കേക്ക് മുറിച്ചവർ ഹാപ്പി ന്യൂ ഇയർ ഇവിടെ ആഘോഷിച്ച് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ സമയത്ത് എനിക്കിതുപോലെ പ്രസവിക്കാനായിട്ട് ഇങ്ങനെ തോന്നി. ഇത് തോന്നിയപ്പോഴത്തേക്കും അവർ വന്ന് കട്ടിൽ കയറി കിടക്കാൻ പറഞ്ഞ് കയറി കിടന്നതിന് ശേഷം ഇവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകണം. ആ വേദന കൊണ്ട് ഞാൻ മരണവിപ്രാളപ്പെട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് പിടഞ്ഞ സമയം എൻ്റെ കാല് കയറി ഡോക്ടറെ പിറത്ത് കൊണ്ടുവന്ന് ഡോക്ടർ പറയണ്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല, എന്തായാലും കൊണ്ട് കാണുക. കാരണം ഞാൻ അത്രയ്ക്ക് അവിടെ കിടന്ന് വേദന എടുത്ത് ഞാൻ പൊളഞ്ഞായിരുന്നു. നീ എന്നെ പറഞ്ഞ് ചവിട്ടി എനിക്ക് വാക്കല്ലാതെ അങ്ങനെ ചവിട്ട് കൊണ്ടിരുന്നെങ്കിൽ നിന്റെ പേരിൽ ഞാൻ കൊണ്ടൊന്ന് ക്യാഷ് കൊടുത്തല്ലേ എന്നാ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ എനിക്ക് പറ്റിപ്പോയതാണ്. അപ്പം 14 മണിക്കൂർ ഞാൻ ആ മുറിയിൽ കിടന്ന് വേദനയും തിന്ന്. അതിനു മുന്നേ തലേന്ന് 2 മണി തൊട്ട് പിറ്റേ ദിവസം 11 മണി വരെ വേദന തിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആരോഗ്യം നഷ്ടപ്പെട്ട ഞാൻ താനെ പുഷ് ചെയ്ത് പ്രസവിക്കണം. അതാണ് അവർ പറയണം. അവരെൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയതെങ്കിൽ എൻ്റെ കൊച്ചൊരിക്കലും അതിനകത്ത് ശ്വാസം മുട്ടി മരിക്കൂലായിരുന്നു. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയതായി കുടുംബം വ്യക്തമാക്കി. ഡോക്ടർ അപമര്യാദയെ പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ടും പറഞ്ഞു. മരണകാരണം സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്നാൽ ലേബർ റൂമിൽ ന്യൂ ഇയർ ആഘോഷം നടന്നില്ലെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അഞ്ജു ജയപ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി. അഞ്ജു, ഒരു യുവതി 14 മണിക്കൂർ പ്രസവവേദന അനുഭവിച്ച ശേഷം കുഞ്ഞു ജനിക്കുന്നു. ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടമാക്കുന്നു. അത് ഡോക്ടർമാരുടെ അനാസ്ഥ തന്നെയാണെന്നാണ് ഇപ്പോൾ അവർ ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നാണ് അവർ നമ്മോട് പറഞ്ഞത്? വിനിത, വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. യുവതി പറയുന്നത് ഇക്കാര്യങ്ങളാണ്. അതായത് SAT ആശുപത്രിയിലെ ഡിസംബർ 26-നാണ് SAT ആശുപത്രിയിൽ പോത്തൻകോട് സ്വദേശിയായ യുവതിയെ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ഡിസംബർ 30-ന് ലേബർ റൂമിലേക്ക് കയറ്റുന്നു. പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ യുവതി തന്നെ അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു. താൻ ഏറെ നേരം വേദനയെടുത്ത് അസ്വസ്ഥത കാട്ടിയ സമയത്ത് ഡോക്ടർമാരാരും യുവതിയെ, അതായത് യുവതിക്ക് അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നടക്കമാണ് യുവതി പറയുന്നത്. കാരണം ഡോക്ടർമാരൊക്കെ ലേബർ റൂമിൽ നിന്ന് ന്യൂ ഇയർ ആഘോഷം അടക്കം നടത്തിയിട്ടുണ്ടെന്ന് യുവതി റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ, അതായത് ഒരു ഡോക്ടറെ അറിയാതെ താൻ വേദനയെടുത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയെടുത്ത സമയത്ത് കയ്യോ കാലോ ഇളക്കിയ സമയത്തൊന്നും ഏതോ ഡോക്ടറുടെ ദേഹത്തൊന്നു തട്ടിപ്പോയതിനാണ് ഡോക്ടർ തനിക്കെതിരെ കേസ് കൊടുക്കും, താൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നടക്കം വളരെ മോശമായ രീതിയിലാണ് യുവതിയോട് പെരുമാറിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സമാനമായിട്ടുള്ള മറ്റ് നിരവധി പരാതി നമ്മൾ അന്വേഷിച്ചപ്പോൾ മറ്റ് നിരവധി പരാതി ഇത്തരത്തിൽ ലേബർ റൂമിൽ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സമാനമായ രീതിയാണ് ഇപ്പോൾ യുവതിയും പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി സൂപ്രണ്ടിനും ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയതിൽ. ഒപ്പം ന്യൂ ഇയർ ആഘോഷം നടന്നുവെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? പരാതി ലഭിച്ചിട്ട് ഏതായാലും കുറച്ച് സമയമായി കാണുമല്ലോ. എന്താണ് ഇപ്പോൾ ആശുപത്രി എടുത്തിട്ടുള്ള നടപടികൾ? ആശുപത്രി സൂപ്രണ്ടിനോട് ഇക്കാര്യം വളരെ വ്യക്തമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു വിനീത. സൂപ്രണ്ട് പറഞ്ഞത് ഇത്തരത്തിലാണ്. അതായത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാതി തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ, ലേബർ റൂമിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനോടൊക്കെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വിശദീകരണം ലഭിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് സൂപ്രണ്ടും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിൽ
പോലീസിലും യുവതിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സംഭവിച്ചത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വളരെ വൃത്തികെട്ട രീതിയിലാണ് തന്നോട് ഡോക്ടർമാർ പെരുമാറിയത് എന്നാണ് യുവതി പോലും പറയുന്നത്. ഒരു സാമാന്യ മര്യാദ പോലും ലേബർ റൂമിൽ കിടക്കുന്നതിൻ്റെ സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ഉള്ള പെരുമാറ്റമായിരുന്നു എന്നാണ് യുവതി ആരോപിക്കുന്നത്. എന്തായാലും സംഭവം അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. SAT ആശുപത്രിയാണ്, ഗവൺമെൻറ് ആശുപത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. സമാനമായിട്ടുള്ള പല കേസുകളും ലേബർ റൂമിൽ വെച്ച് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറിയ പല കേസുകളും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിസ്സാരമായി കാണാൻ സാധിക്കത്തില്ല. ഈ യുവതി ആകെ മാനസികമായി തളർന്ന അവസ്ഥയിലാണ്. കുഞ്ഞും നഷ്ടപ്പെട്ടു. അവർ അതിനുള്ള ഒരു മറുപടി നൽകിയിട്ടുള്ള, അതായത് പരാതി കൊടുത്തതിന് ശേഷം അവർ നൽകിയിട്ടുള്ള മറുപടി അതായത് ഇവരുടെ ഡോക്ടർമാരുടെ വിശദീകരണം തേടുകയാണെന്നുള്ളതാണ്. അതിൽ പരം എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വിനീത ചോദിച്ചതുപോലെ ഏറെ പ്രസക്തമാണ്. കാരണം ദിവസങ്ങൾ പിന്നിട്ടു, ഇതുവരെ നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ നടപടി ഉണ്ടായിട്ടില്ല, വിശദീകരണങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് കൂടി മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണെങ്കിൽ എന്തായാലും വിഷയത്തിന്റെ ഗൗരവം അല്പം കൂടി ഉയരുക തന്നെ ചെയ്യും. ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം, പ്രസവ സമയത്ത് അവർക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ പിന്തുണ നൽകേണ്ടത് ഈ ഡോക്ടർമാരും നഴ്സുമാരും തന്നെയാണ്. അപ്പോൾ ഒരു കാൽ തട്ടി എന്നതിൻ്റെയൊക്കെ പേരിൽ ഡോക്ടർമാർക്ക് എങ്ങനെയാണ് ഒരു അപമര്യാദയായി പെരുമാറാൻ കഴിയുക ഈ സ്ത്രീയോട്? ഒപ്പം SAT പോലുള്ള ഒരു ആശുപത്രിയിൽ ഇതൊരു തുടർക്കഥയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? സർക്കാർ ഉൾപ്പെടെ ഇതിൽ വിശദീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വിനീത. കാരണം വിനീത സൂചിപ്പിച്ചതുപോലെ ലേബർ റൂമാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ ലേബർ റൂമിൽ എത്തിയിട്ടുള്ള യുവതിയെ ഏറ്റവും കൂടുതൽ കംഫേർട്ട് ആക്കേണ്ടത് ഈ ഡോക്ടർമാരൊക്കെ തന്നെയാണ്. ആ ഡോക്ടറാണ് ഇത്തരത്തിൽ ഒക്കെ പെരുമാറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമാനമായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവത്തോടു കൂടി തന്നെ ഈ ബന്ധപ്പെട്ട അധികൃതർ അത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ തന്നെ മുൻപോട്ടേക്ക് വെക്കുന്നത്. ഇതിലെങ്കിലും പരിഹാരമുണ്ടായിരിക്കണം. കാരണം യുവതിയുടെ മാനസിക സ്ഥിതി വല്ലാത്ത അവസ്ഥയാണ്. കാരണം കുഞ്ഞും നഷ്ടപ്പെട്ടു, ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ന്യൂ ഇയർ ആഘോഷം ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത്. പക്ഷേ ആ കാര്യം ആശുപത്രി സൂപ്രണ്ട് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി പോലീസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിൽ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നോ, യുവതി ആവശ്യപ്പെടുന്ന സമയത്ത് ഡോക്ടർമാർ അടുത്തുണ്ടായിട്ടുണ്ടായിരുന്നോ എന്നതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സംഭവത്തിന്റെ ഗൗരവം വെച്ച് ആരോഗ്യ വകുപ്പിനെ അടക്കം കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഒരു ആശുപത്രിയുടെ പ്രതികരണം തേടുക അഞ്ജു ജയപ്രകാശ്. കാരണം SAT പോലുള്ള ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഒരു ഗുരുതര വീഴ്ച സംഭവിച്ചതായി, ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുണ്ടായതായി യുവതി പരാതിപ്പെടുന്നത്. അവർക്ക് കുഞ്ഞിനെ നഷ്ടമായി, ഒപ്പം ഡോക്ടർ അപമര്യാദയായി പെരുമാറി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം ന്യൂ ഇയർ ആഘോഷം നടന്നുള്ള ഒരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട്. പക്ഷെ അതിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഗൗരവമായ അന്വേഷണം നടക്കണം. മഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.